ഹായ് ഗൈസ്, നമ്മളിന്ന് കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കപ്പോൾ ക്രിസ്മസിന് വേണ്ടി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്താ നോക്കിയാലോ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ 2 ഷീറ്റ് വേണം കേട്ടോ. 2 ഷീറ്റ് പേപ്പർ ഒരേ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം കേട്ടോ, കളർ പേപ്പറോ എന്തെങ്കിലും. ഞാൻ നമ്മുടെ ഗിഫ്റ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യണേ നോക്കാം അല്ലേ. ഇത് നമുക്ക് ഈ ഒരു പരുവത്തിൽ മടക്കിയെടുക്കാം. കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കൊച്ചിലെ ഒരു പൂവൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇതുപോലെ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളിതാ ഇതേപോലെ ഒന്ന് മടക്കിയ ശേഷം ഇതേപോലെ പിന്നിലേക്ക് മടക്കുന്നു. ഈ ഒരു രീതിയിൽ പിന്നിലേക്ക് മടക്കുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ ഇങ്ങോട്ട് മടക്കുക. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ വരും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 സൈഡും ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്കിനി ഇതേപോലെ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പേപ്പറും കൂടെ ഉണ്ടല്ലോ, ആ പേപ്പറും കൂടെ കട്ട് ചെയ്തെടുക്കാം. പോട്ടെ, ഈ ഒരു പേപ്പർ എടുക്കാം. ഈ ഒരു പേപ്പർ ഈ അളവിൽ നമുക്കിഷ്ടമുള്ള പോലെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു പേപ്പർ ഇങ്ങനത്തെ ഒരു പേപ്പർ ഈ ഒരു രീതിയിൽ മടക്കി ഇങ്ങനെ എടുക്കാം. മടക്കിയെടുത്ത ശേഷം ഇവിടെ കുറച്ച് പശ തേച്ച ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഗമ്മ എടുത്ത ശേഷം നമ്മളിത് ഈ ഒരു മടക്കിയ പോർഷൻ്റെ ഇത്രയും ഭാഗത്ത് നമ്മളൊന്ന് ഗമ്മ തേക്കാൻ പോകണം കേട്ടോ. ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു ലൈൻ പോലെ ഗമ്മ തേച്ച ശേഷം ഇതൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഒട്ടിയിട്ടുണ്ടാവും. ഒട്ടിയിട്ടുണ്ട്. അതാ ഈ പരുവത്തിന് നമുക്ക് ഒട്ടിക്കിട്ട് കൊള്ളാം അല്ലേ. നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റേത് ചെയ്തെടുക്കണം. അപ്പോൾ മറ്റേത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പറിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ ഇങ്ങോട്ടേക്ക് വെച്ച ശേഷം ഇതേപോലെ വെച്ച ശേഷം ഇതിൻ്റെ കറക്റ്റാക്കി ഇതേപോലെ നമുക്ക് ഇവിടുന്ന് മടക്കി കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത ശേഷം ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം പെട്ടെന്ന്. ഓക്കെ, 1 2 3 4 5. ഓക്കെ, ഇത് ഒട്ടിയിട്ടുണ്ടാവണം. ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൈനക്കാരുടെ ഡ്രസ്സ് പോലെയും ഒരു വിഷർ പോലെയൊക്കെ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഇത് 2 കൂട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് 2 നമുക്കൊന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കാം. കൂട്ടി ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊരു ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കണം. ഇതേപോലൊരു ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതാ ഇവിടെ കുറച്ച് ഗമ്മ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗമ്മ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷൻ നമുക്ക് ഒട്ടിക്കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലും ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ ഫുള്ളും ഇങ്ങോട്ടേക്ക് വെറുതെ ഗമ്മ തേച്ച് കൊടുക്കാം കേട്ടോ, ഒരു ലൈൻ പോലെ. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ പോലെ ഇതേപോലെ 2 ഒട്ടിച്ചെടുക്കാവേ. ഇനി നമ്മളിതാ ഈ ഒരു പച്ച തേച്ച ഭാഗത്തേക്ക് നമ്മൾ ഈ ത്രെഡ് വെച്ചുകൊടുക്കണം കേട്ടോ. ഇതേപോലെ വെച്ചെടുക്കാം കേട്ടോ. 1, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് രണ്ടാമത്തെ ത്രെഡ് 2. ഇതേപോലെ നമ്മുടെ ത്രെഡ് ഒന്ന് വെച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഗമ്മ തേച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ എടുത്ത് ഇതിൻ്റെ പൊക്കത്തേക്ക് വെച്ചെടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ പ്രസ് ചെയ്തൊന്ന് പിടിക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഒരു 30 സെക്കൻഡ് നമുക്ക് നല്ല പോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അതായത് ഈ ഗമ്മ ഇതുമായിട്ടൊന്ന് അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് നമുക്കൊന്ന് അമർത്തി പിടിക്കാം. അതൊന്ന് പെട്ടെന്ന് ഒന്ന് സെറ്റായി കിട്ടാനായിട്ടാണ്. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ. നമ്മൾ ഒരൊറ്റ മിനിറ്റ് മതി, നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതിങ്ങനെ നമ്മുടെ ട്രീയിലും നമ്മുടെ വീട്ടിലൊക്കെ ഹാങ്ങിങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടമായി. ഇതേപോലെ ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പേപ്പറൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ ഒരു ചെറിയൊരു മുത്ത് കൂടെ പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റായാണ്. ഞാനിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഹാങ് ചെയ്തെടുക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. എനിക്കിഷ്ടമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇതാരുടെയൊക്കെ വിഷറി പോലെയുണ്ട് അല്ലേ. പിന്നെ ചൈനക്കാരുടെ ഡ്രസ്സിൻ്റെ ടൈപ്പൊക്കെ പോലെ അല്ലേ, ഡ്രസ്സ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ നിങ്ങളും എന്തായാലും ചെയ്ത് നോക്കാം.